കൂട്ടുകാരെ നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയുള്ള 20 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പം 20 ഏക്കറിൻ്റെ ചെറിയ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള പൊട്ടങ്കാട് എന്ന് പറയുന്ന ഗ്രാമം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ യാത്ര കൊണ്ട് തുടർന്നാലോ? നമ്മൾ കുഞ്ചിത്തണ്ണി പാലമൊക്കെ കടന്ന് നേരെ ബൈസമ്മാലി റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ആദ്യം എത്തുന്ന സ്ഥലം 20 ഏക്കറാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നിലവിൽ 20 ഏക്കർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറേ താമസിക്കാനുള്ള റിസോർട്ടുകൾ, ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവിൻ്റെ നാടും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കുറച്ച് സ്പൈസസിൻ്റെ കട കാണാൻ പറ്റി സാധിക്കും. ആ കാണുന്ന വഴി കൂടെ പോയാലാണ് ആ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഇതാണ് 20 ഏക്കറിൻ്റെ തുടക്കം. എൻ്റെ പൊന്നെ, ആ വണ്ടിയുടെ പോകാല്ലേ, എന്ത് വണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് നിരവധി റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ധാരാളം കടകളൊക്കെ ഉണ്ട്. വൈകുന്നേര സമയങ്ങളായാലാണ് ഇവിടെ സജീവമാവുള്ളൂ കേട്ടോ. കാരണം തോട്ടമേഖലയാണല്ലോ. തോട്ടമേഖല ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ആളുകൾ ഇവിടെ ഇറങ്ങുള്ളൂ. എന്നാണെങ്കിലും ഈ ഒരു മേഖലയിൽ കുറച്ച് റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു വായനശാലയുണ്ട്, പിന്നെ ഒരു സ്കൂൾ. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ സ്കൂള്, LP സ്കൂളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വായനശാലയുണ്ട്. നമ്മൾ കടന്നു വന്ന വഴി ഇതാണ്. ഈ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കടകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മളിത് ഈ ഒരു സൈഡിൽ നോക്കിയോ, ഒരു ബോർഡുണ്ട്. ഇവിടെ മൂന്നാർ എന്ന് പറയുന്ന ഒരു ബോർഡാണ്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ചിത്തണ്ണിയിൽ നിന്ന് 20 ഏക്കർ എന്നിട്ട് നിങ്ങൾക്ക് മൂന്നാറിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ടുള്ള ബോർഡാണ്. അങ്ങോട്ടുള്ള വഴി ഇതേ ആ കാണുന്ന ജംഗ്ഷനിൽ നിന്നാണ് അങ്ങോട്ടുള്ള വഴി കയറി പോകുന്നത്. അപ്പം ഇവിടെ ഒരു ചെറിയ പാർട്ടി ഓഫീസുണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ സ്ഥലമാണെന്ന്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ. ഈ മേഖലയിലുള്ള കടകളൊക്കെ ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിൽ തോട്ടം തൊഴിലാളികൾ വരുമ്പോഴാണ് ഈ മേഖലയിലുള്ള കടകളൊക്കെ തുറക്കുള്ളൂ. ഇതുവഴി നമ്മൾ യാത്ര ചെയ്ത് പോയാൽ വഴി കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. നമുക്ക് മൂന്നാർ എളുപ്പത്തിലെത്താം. പക്ഷേ അടിപൊളി യാത്രയാണ് കേട്ടോ. നമ്മൾ പോതമേട് വ്യൂ പോയിൻറ്റിലെ പോതമേട് വ്യൂ പോയിൻ്റൊക്കെ കടന്ന് നമുക്ക് മൂന്നാർ ഹെഡ് വർക്ക് ഡാമിൻ്റെ അവിടേക്ക് എത്താൻ പറ്റും. ഞാൻ ആ മൂന്നാറിന് പോകണ വഴി കൂടെ കുറച്ച് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക്. ഏകദേശം ഒരു 13 കിലോമീറ്റർ മൂന്നാർ ഹെഡ് വർക്ക് ഡാമിൻ്റെ അവിടം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ഇതുപോലെയുള്ള വഴിയാണ്, ഇടുങ്ങിയ വഴിയാണ്. ജീപ്പ്, കാറ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കയറി പോകും. പക്ഷേ വലിയ വാഹനങ്ങൾ കയറി പോകണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ പോണ വഴിക്ക് അടിപൊളി കാഴ്ചകളാണ്, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് 20 ഏക്കറിൽ നിന്ന് തൊട്ടടുത്തുള്ള പൊട്ടങ്കാട് ലക്ഷ്യമാക്കി നമുക്ക് നമ്മൾ ആ മൂന്നാറിലേക്ക് കയറി പോകുന്ന വഴിയുണ്ടല്ലോ കൂട്ടുകാരെ, ആ വഴിക്ക് ധാരാളം റിസോർട്ടുകളുള്ളതാണ്. നല്ല വൈബാണ് കേട്ടോ. ശരിക്കും കാടിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന രീതിയിലുള്ള ഒരു ഭംഗിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് അതുവഴി ഒരു ട്രാവലിംഗ് നടത്തണ്ടേ, നോക്കട്ടെ. മഴയില്ലാത്തപ്പോഴോ ചെറിയ മഴ, ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പം നമുക്ക് പോകാം കേട്ടോ. അങ്ങനെ 20 ഏക്കറിൽ നിന്ന് അടുത്ത ലക്ഷ്യമായിരിക്കുന്ന പൊട്ടങ്കാട് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. നമ്മൾ ഈ പോകുമ്പോൾ ഇവിടെ കുറേ ആളുകൾ തിങ്ങി പറക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കൂടുതലും തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് ഇവിടെ തിങ്ങി പറക്കണമെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം കണ്ട 20 ഏക്കറിൻ്റെ 20 ഏക്കറിൽ നിന്ന് പൊട്ടങ്കാട് വരെ ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മിച്ചമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകുന്ന അജനാപ്പാറ, രാജകുമാരിയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഒരു റോഡ് ട്രിപ്പ് മാത്രമായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നിങ്ങളെ ഈ റോഡ് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. പക്ഷേ അന്ന് നമ്മൾ കടന്നുപോയ ഗ്രാമങ്ങളൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഈ വഴി ഇത്ര ഡെവലപ്പായി വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 8 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. നേരത്തെ ഇത് ഭയങ്കര കയറ്റവും ചെറിയ ഇടുങ്ങിയ വഴിയൊക്കെ ആയിരുന്നു ബൈസമാരിക്ക് പോകുന്നത്. എന്നാലിപ്പം നല്ല ഡെവലപ്പായി. അങ്ങനെ ഫൈനലി നമ്മൾ പൊട്ടങ്കാട് എത്തി കേട്ടോ. നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടങ്കാട് ടൗണ് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. ഇതാണ് പൊട്ടങ്കാട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയും നമുക്ക് റിസോർട്ടുകൾ ധാരാളം ഉണ്ട് കേട്ടോ.
ഞാനങ്ങനെ 20 ഏക്കറിൽ നിന്ന് ഓടി വന്നിട്ട് ഈ കാണുന്ന കടയിൽ നിന്ന് ഒരു ചായയും ഒരു കടിയൊക്കെ കഴിച്ചു കിട്ടും. അപ്പോൾ ഇനി പൊട്ടങ്കാട് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ബാക്കിലേക്ക് ഈ കാണുന്ന വഴിയില്ലേ, ഇത് പൊട്ടങ്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് കയറി പോകുന്ന വഴിയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഇവിടെയൊക്കെ നല്ല ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നത്. വൈകുന്നേരം തോട്ടം മേഖലയിലെ ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ ഈ പൊട്ടങ്കാട് ടൗണിലേക്ക് ഇറങ്ങി വരും. അതൊരു വൈബാണ്. അപ്പം നമ്മുടെ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ബൈസമാലിക്ക് പോകുന്ന വഴിക്ക് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ പൊട്ടങ്കാട് എന്നുള്ളത്. ആൽബിൻ. ചേട്ടൻ്റെ പേരോ? ബേബി. ജെയിംസ്. കട നമ്മുടെ അല്ലേ? ചേച്ചി, ഈ പൊട്ടങ്കാട് എന്ന് പേര് വരാൻ കാരണം അറിയോ? അറിയത്തില്ല. ചേട്ടനറിയോ പൊട്ടങ്കാട് എന്ന് പേര് വരാൻ കാരണം? എനിക്ക് നല്ല ഒരുപാടില്ല. അപ്പം ഇതാണ് പൊട്ടങ്കാട് ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്കൂളുണ്ട്, ഹൈസ്കൂളാണ്. ഇവിടെ നിന്ന് അടുത്തത് ടീ കമ്പനി, ബൈസമാലി, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബസ്സില്ലാതെ എന്തൊരാഘോഷമല്ലേ. നമ്മുടെ ഏത് വീഡിയോയ്ക്കകത്തും ഏതെങ്കിലുമൊക്കെ ഒരു ബസ് വന്ന് പെടൂലേ. അപ്പോൾ ഇത് ബൈസമാലി തൊടുപുഴ ഓടുന്ന ബസ്സാണ് നിങ്ങളിപ്പം കടന്നുപോയത് കണ്ടത്. ഇവിടെ SBIയുടെ ഒരു ATM ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു SBIയുടെ ശാഖ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊട്ടങ്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ബാങ്കിൻ്റെ ശാഖയെ നമുക്ക് കാണാൻ പറ്റും. ഈ മേഖലയിലൊക്കെ കുറച്ച് മലഞ്ചരക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊട്ടങ്കാട് പള്ളിയുടെ ഒരു കുരിശുപള്ളി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് 20 ഏക്കർ കഴിഞ്ഞ് കയറി വന്ന ആ റോഡ് ഇതാണ് കേട്ടോ. ഇവിടങ്ങളിലൊക്കെ ധാരാളം കടകളാണ്. ശരിക്കും ലൈവായിട്ട് നിൽക്കുന്ന ഒരു ടൗണാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമമാണ് പൊട്ടങ്കാട് എന്ന് പറയുന്നത്. ചേട്ടാ പേരെന്നാ? ചേട്ടാ പേരെന്നാ? സജി. പൊട്ടങ്കാടാണോ താമസിക്കണേ? ഇല്ല, ടീ കമ്പനി അല്ലേ? ഓക്കെ. ചേട്ടൻ്റെ പേരോ? വിജയൻ. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നമുക്ക് ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് റേഷൻ കടയല്ലേ? പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ഡാനി എന്നാണ്. 14 ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. പൊട്ടങ്കാടാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ളതിനകത്ത് ഇപ്പം ചരിത്രങ്ങൾ മൊത്തം അറിയാവുന്ന നമ്മുടെ കടക്കാരാണ്. അച്ഛൻ്റെ സൊസൈറ്റി പ്രസിഡന്റാണ് ചാക്കോച്ചാനാണെങ്കിൽ. ഇവിടുത്തെ നമ്മുടെ പൊട്ടങ്കാടിൻ്റെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ട്. ചേട്ടാ പേരെന്നായിരുന്നു? എൻ്റെ പേര് ചാക്കോ അല്ലേ? എത്ര വർഷമായി നമ്മൾ ഈ പൊട്ടങ്കാട് താമസിക്കുന്നത്? ഞാനിവിടെ ജനിച്ചോളമാണ്. ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം ഒക്കെ പറയാമോ? പഴയ ഒരു ചരിത്രങ്ങൾ? പഴയ ചരിത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങനെ ഒരു ചരിത്രമല്ല, ഇപ്പം ഈ പോകുന്നതേ ഒരവസ്ഥ തന്നെയാണ്. ഈ പൊട്ടങ്കാട് പേര് വരാൻ കാരണം തന്നെ? അത് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഇവിടെ ഒരു പൊട്ടനായ ഒരു ആന ഉണ്ടായിരുന്നു. ആ ആനയുടെ ഒരു വഴിത്താരയായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പൊട്ടങ്കാട് എന്ന് പേര് കിട്ടുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബസ് സർവീസോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? കുഞ്ചിത്തണ്ണി വരെ ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ബസ് സർവീസ്? 80 മുതൽ ഇവിടെയോട്ട് ബസ് സർവീസ് ഉണ്ട്. 80 തൊട്ടാ? 1980 തൊട്ട് ബസ് സർവീസ് ഉണ്ട് അല്ലേ? അന്ന് PPKയുടെ ഒരു ബസ്സാണ് ആദ്യമായിട്ട് ഇതിൽ വന്നത്. അത് തൊടുപുഴ പൊട്ടങ്കാട്. ഓക്കെ. PPKയുടെ നമ്മളൊന്നും ഓർമ്മയിൽ പോലും ഇല്ല. പിന്നെ ഇപ്പോൾ നിലവിൽ പൊട്ടങ്കാട് എന്തൊക്കെയുണ്ട്? പഞ്ചായത്തുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, SBI ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുണ്ട്, അല്ല ഹൈസ്കൂളുണ്ട്, പള്ളിയുണ്ട്. ഓക്കെ. നമ്മുടെ ബൈസമാലി പഞ്ചായത്തിൻ്റെ ആസ്ഥാനം തന്നെ പൊട്ടങ്കാട്ടിലാണ് നമ്മുടെ വരുന്ന ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പൊട്ടങ്കാട്ടിലാണ്. കൃഷി ഭവൻ സ്ഥിതി ചെയ്യുന്ന പൊട്ടങ്കാട്ടിലാണ്. സ്റ്റേറ്റ് ബാങ്ക് നമ്മുടെ ബൈസമാലി പഞ്ചായത്തിലുള്ള ഏക സ്റ്റേറ്റ് ബാങ്ക് ഇവിടെയാണ്. അതുപോലെ തന്നെ സഹകരണ ബാങ്ക് നമ്മുടെ പൊട്ടങ്കാട്ടിലാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ വലിയ നല്ല റോഡുകളുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ നമുക്ക് പറയുന്ന പോക്കറ്റ് റോഡുകളൊക്കെ വളരെ തകർന്ന് കിടക്കുന്നതാണ്. അതൊക്കെ സ്ഥാപിക്കാവുന്നതാണ് അതെല്ലാം പുനഃസ്ഥാപിക്കാവുന്നതാണ് പഞ്ചായത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടി. ഞങ്ങളൊക്കെ പുതിയതായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരായ ആളുകളാണ്. എങ്കിലും ഒത്തിരി വികസന പ്രവർത്തനങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. വലിയ ഒരു കുടിയേറ്റ സമൂഹം മൊത്തം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പൊട്ടങ്കാട്. അപ്പോൾ കുടിയേറ്റ ആളുകളുടെ പ്രശ്നങ്ങളും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കേണ്ട ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഈ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ 1962 കാലഘട്ടത്തിൽ കുടിയേറ്റ ആളുകളുടെ ഒരു വലിയൊരു ആവശ്യമായിരുന്നു നമ്മുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്നുള്ളത്. അന്നത്തെ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വികാരിയുടെ വലിയൊരു പ്രയത്നം കൊണ്ടാണ് ഇവിടെ ഒരു ഹൈസ്കൂൾ ആരംഭിച്ചത്. അപ്പോൾ അന്ന് നടന്ന് ചിത്രപൂരവും മൂന്നാറും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് വലിയൊരു സഹായകരമായിരുന്നു നമ്മളന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വന്നത്. അപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടുത്തെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. ഞാൻ നിലവിൽ ഇപ്പോഴും PTA പ്രസിഡന്റാണ് സ്കൂളിൻ്റെ. അപ്പം വലിയ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ. നമ്മളങ്ങനെ സ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ. പൊട്ടങ്കാടിൻ്റെ സ്കൂൾ ജംഗ്ഷനിൽ അവിടെ നിന്നാണ് നമ്മൾ സ്കൂളിലേക്കും പള്ളിയിലേക്കും കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നോക്കുമ്പോൾ നമുക്ക് ആ പഴയ മോഡൽ ഓടിട്ട്
നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കാഴ്ചയുള്ള കടകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കടകളൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ മഞ്ഞയായ ഒരു മരമുണ്ട്. ഈ മരത്തിൻ്റെ കീഴിൽ നിൽക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. ഇപ്പം വണ്ടികളൊക്കെ ഓട്ടം പോയിന്ന് തോന്നുന്നു. ഇവിടെ ഒരു കടയുണ്ട്. ഈ മേഖലയൊക്കെ കടകളുണ്ട്. നമ്മളങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ള സ്കൂൾ ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വഴി ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോയാലാണ് സ്കൂളും പള്ളിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും നമ്മുടെ ബൈസമാരിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചകൾ കണ്ടാൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഗ്രാമത്തിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഞാനിന്ന് മഴയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു, അതൊക്കെ പ്രതീക്ഷ വന്നേ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാലാവസ്ഥയൊക്കെ മാറി കേട്ടോ. നല്ല തണുപ്പും അതുപോലെ കോടമഞ്ഞൊക്കെ ഉള്ള ഒരു സുന്ദരമായിരിക്കുന്ന ഗ്രാമമാണ് ഈ പൊട്ടങ്കാട് എന്ന് പറയുന്നത്. ഇവിടെ തമിഴ് വംശരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അതിൽ കൂടുതൽ മലയാളീസ് ആയിട്ടുള്ള ആളുകളും ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഏലം മേഖലയാണ്, അതുപോലെ തന്നെ എസ്റ്റേറ്റ് മേഖലയുണ്ട് ഈ മലയുടെ ടോപ്പിലേക്ക് കയറി പോയാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം തന്നെയാണ് പൊട്ടങ്കാട് എന്ന് പറയുന്നത്. ഞാൻ ഈ പൊട്ടങ്കാട് ഗ്രാമത്തിലൂടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു സംഭവം കണ്ടേ. ഒരു ചെറിയ ചായക്കടയാണ്. ഇത് നോക്കിയേ, റെഡ് ചില്ലീസ്. ചെറുതായിട്ടൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാവേ. നമ്മൾ പൊട്ടങ്കാട് ഗ്രാമത്തിൽ നിന്ന് ഈ ഗ്രാമത്തിൻ്റെ സ്കൂളും പള്ളിയും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. ഈ സ്കൂൾ ഏതാണ്ട് 1963 കാലഘട്ടം മുതലുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അതിന് കുറേ ചരിത്രങ്ങളൊക്കെ ഉള്ളൊരു സ്കൂളാണ് കേട്ടോ. ഇടുക്കിയിലെ ഓരോ കാലഘട്ടത്തിലെ വഴിയും സൗകര്യമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന കുടിയേറ്റക്കാർ ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മേഖലയാണ് കേട്ടോ. നമ്മൾ ആ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ മനോഹരമായിരിക്കുന്ന സ്കൂള് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പൊട്ടങ്കാട് 1968 ഈ സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു മനോഹരമായ സ്കൂള്, ഇഷ്ടംപോലെ ഗ്രൗണ്ടൊക്കെ ഉള്ള സുന്ദരമായിരിക്കുന്ന സ്കൂളാണ്. ഞാൻ ഈ സ്കൂളിൻ്റെ അകത്തേക്ക് കുറച്ച് കയറിയാണ്. ജൂൺ 1 തീയതി സ്കൂൾ വർക്കല്ലേ. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സും അതുപോലെ കുട്ടികളൊക്കെ തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എൻ്റെ ഇതുണ്ടോ പൊട്ടങ്കാട് പള്ളിയുടെ അടുത്താണ് ഇപ്പോൾ വന്നേക്കണേ. ഇതുവഴി താഴോട്ടൊരു വഴിയുണ്ട്, കുറേ ആളുകളൊക്കെ താമസിക്കുന്നതായിരിക്കാം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട് കേട്ടോ. ഈ ഗ്രോട്ടോട് ചേർന്ന ഒരു മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന വഴിക്കൂടെ നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലക്കല്ലിനും രാജക്കാടിനൊക്കെ പോകാൻ പറ്റും. പക്ഷേ വഴി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുവഴി പോയി കഴിഞ്ഞപ്പോൾ വഴി മോശമായിരുന്നു. ഇപ്പോൾ പണിതിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എന്നാണെങ്കിൽ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതുപോലെ തന്നെ മലയാളത്തിലും ഇവിടെ ശരിക്കും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതും വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്ന വിളയും വായിക്കാതെ വളർന്ന വളയും. കൊള്ളാമല്ലേ, അടിപൊളി അല്ലേ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ത്രോഡാണ്. എങ്ങനെ കൂട്ടുകാരെ, രാവിലെ നമ്മൾ 20 ഏക്കർ മുതൽ പൊട്ടങ്കാട് വരെയുള്ള ഈ മനോഹര വീഡിയോ നമുക്കിവിടെ വെച്ച് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും